മിന്നാമിനുങ്ങും മയിൽ കണ്ണിയും കുളിരുണ്ണുന്ന കാറ്റി കടം വാങ്ങിവാ. മഴവിൽ കൊടിയിൽ കുന്നിക്കുറുമണിയിൽ മിഴിയും മനവും സ്വയമലിയുകയായി. മിന്നാമിനുങ്ങും മയിൽ കണ്ണിയും കുളിരുണ്ണുന്ന കാറ്റി കടം വാങ്ങിവാ. ആറ്റോരം പൂവേ പൂ കാറ്റേവാ പൂന്നുള്ള. ആറ്റോരം പൂവേ പൂ കാറ്റേവാ പൂന്നുള്ള. പൂവ് പൊന്നാകമോ പൂത്ത മന്ദാരമോ. പൂവ് പൊന്നാകമോ പൂവാകയോ പൂത്ത മന്ദാരമോ. മാഗന്ധമോ വസന്തകാലജാലമോ. ഹേ മിന്നാമിനുങ്ങും മയിൽ കണ്ണിയും കുളിരുണ്ണുന്ന കാറ്റി കടം വാങ്ങിവാ. വാനോരം കൊട്ടാരം മീനാരം വട്ടാരം. വാനോരം കൊട്ടാരം മീനാരം വട്ടാരം. തേക്ക് തേമ്പാവിലോ പാൽപ്പഴഞ്ചാറിലോ. തേക്ക് തേമ്പാവിലോ തേന്മാവിലോ പാൽപ്പഴഞ്ചാറിലോ. കൽക്കണ്ടിലോ കടഞ്ഞതേതു കൈകളോ. ഹേ മിന്നാമിനുങ്ങും മയിൽ കണ്ണിയും കുളിരുണ്ണുന്ന കാറ്റി കടം വാങ്ങിവാ. മഴവിൽ കൊടിയിൽ കുന്നിക്കുറുമണിയിൽ മിഴിയും മനവും സ്വയമറിയുകയായി. മിന്നാമിനുങ്ങും മയിൽ കണ്ണിയും കുളിരുണ്ണുന്ന കാറ്റി കടം വാങ്ങിവാ. സുരേഷ് റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. പിന്നെ ഔദ്യോഗിക ജോലികൾക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിൽ പാട്ട് പാടുന്ന ആളാണ്. ആവടിയിലും പരിസരത്തൊക്കെ കിട്ടുന്ന വേദികളിലൊക്കെ പാടാറുണ്ട്. ഓക്കെ. നന്നായിരുന്നു. ഈ പാട്ടിൻ്റെ സെലക്ഷൻ കൊള്ളാം. ഇളയരാജ സാറിൻ്റെ ഒരു പാട്ടും നമുക്ക് ഇന്നത്തെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. സന്തോഷം. വേറൊരു പാട്ടിൻ്റെ ഒരു എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിലാവാം. പഴയ പാട്ടാണ്. പദരേണു തേടിയലഞ്ഞു ദേവപദരേണു തേടിയലഞ്ഞു മുരളി വിലോലതയാലോ നിന്റെ പദരേണു തേടിയലഞ്ഞു ദേവപദരേണു തേടിയലഞ്ഞു. ഓക്കെ, സന്തോഷം സുരേഷ്. എന്തായാലും സന്തോഷം. രണ്ട് പാട്ടും. താങ്ക് യു സുരേഷ് ഇന്ത്യവരം. താങ്ക് യു. അടുത്ത ഗായകൻ ശ്രീ ഗംഗാധരൻ.
സന്യാസിനി ഓ സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി ഓ നിന്റെ ദുഃഖാർദ്രമം മൂകാശുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു സകൽഗതം എന്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ ദുഃഖാർദ്രമം മൂകാശുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു സകൽഗതം എന്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ മനത്തിന്റെ തീക്കനൽ കണ്ണിൽ വീണെന്റെ പൂക്കൾ കരിഞ്ഞു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആ നിന്റെ ഏകാന്തമം ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും. നിന്റെ ദുഃഖാർദ്രമം മൂകാശുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു സകൽഗതം എന്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ മനസ്സിന്റെ തീക്കനൽ കണ്ണിൽ വീണെന്റെ പൂക്കൾ കരിഞ്ഞു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ഓക്കെ, എന്തായാലും ശ്രീ ഗംഗാധരൻ ആ പാട്ട് ഗംഭീരമായി പാടി. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഈ കൽക്കട്ടയുടെ പഴയകാല ഓർമ്മ വന്ന് അങ്ങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പണ്ട് വലിയ പ്രതാപത്തിലുണ്ടായിരുന്ന നഗരം, ഇപ്പോഴത്തെ കൽക്കട്ടയുടെ അവസ്ഥയും നന്നായിട്ട് അറിയുന്ന ആളാണ്. പിന്നെ എന്തൊക്കെയുണ്ട് കൽക്കട്ട വിശേഷങ്ങൾ? കൽക്കട്ട വിശേഷം ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഇപ്പം മഴ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാളെ ഞാൻ പോകുമ്പോഴേ അറിയുള്ളൂ എന്തായിരിക്കും അവിടുത്തെ കാലാവസ്ഥ എന്നൊക്കെ. പിന്നെ ഞാൻ വരുന്നതിന് 2 ആഴ്ച മുമ്പ് അവിടെ എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ നമ്മൾക്കും പറയില്ലേ, ചില പാട്ടിൻ്റെ വരികൾക്ക് ചിലപ്പോൾ മറന്നു പോകും. പ്രായത്തിൻ്റെ ആണ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഞാൻ എപ്പോഴും വളരെ ശ്രദ്ധിച്ച്, എന്നാലും ഇവിടെ എന്താ പറ്റിയെന്ന് എനിക്കും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാനൊരു എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ, കൽക്കട്ടക്കാരനായ ശ്രീ പുതിയങ്കം മുരളി ആൻഡ് മിസ്റ്റർ ശരത്ചന്ദ്രൻ.
ഇവരൊക്കെ സിനിമ രണ്ടുപേരും ശരത്ചന്ദ്രൻ ചേട്ടനെ ഞാൻ ഈ കൽക്കട്ടക്കാരനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയാണ്. ഓക്കെ, ഓ ശരി ശരി, അപ്പോൾ ക്ഷമിക്കുക. കൽക്കട്ടയിലായിരുന്നു. പിന്നെ മുരളി പറഞ്ഞ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അവിടെ ഒരു എസ് ടി ബർമൻ്റെ റൂമിൽ തന്നെ ഞങ്ങളൊരു മധുരിമ എന്ന പേരിൽ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മുരളിയുടെ ഒരുപാട് പാട്ടുകൾ ഞാൻ കൽക്കട്ടയിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ മുരളി ഇവിടെ ഫീൽഡിൽ വന്നു. ഞാൻ അവിടെ ജോലി നോക്കുകയായിരുന്നു. പക്ഷെ എന്നാലും സൈഡായിട്ട് ഇങ്ങനെ എനിക്ക് ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയിൽ എനിക്ക് ചെറിയ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായി. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കാരണം പല പ്രോബ്ലംസ് അതൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ഫീൽഡിൽ എപ്പോഴും തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സന്തോഷം. എന്തായാലും ചെന്നൈയിൽ വന്ന ഒരു വിസിറ്റിന് വന്നതാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മുടെ ഈ പരിപാടിയിൽ വന്നിട്ടൊരു പാട്ട് അദ്ദേഹത്തിൽ നിന്ന് പാടി കേൾക്കാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞാൻ ഏതായാലും കൃഷ്ണഭക്തനാണ്. ഒരു 4 പേര് ആയിക്കോട്ടെ. അത് ആയിക്കോട്ടെ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനമാത്രം. മുരളി പൊഴിക്കുന്ന ഗാനാമൃതം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാമൃതം. മുരളി പൊഴിക്കുന്ന ഗാനാമൃതം. സന്തോഷം. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി ഓർമ്മ വന്നു. സന്തോഷം. താങ്ക് യു. എന്തായാലും ഇത് പിന്നെ പുതിയംഗത്തിനടുത്ത് തന്നെയാണോ വീട്? സ്വദേശം? അതെ, ഞാൻ പുതിയംഗത്താണ്. അദ്ദേഹവും എൻ്റെ നാട്ടുകാരൻ പുതിയംഗം തന്നെയാണ് രണ്ടുപേരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ, വളരെ സന്തോഷം എല്ലാവരെയും ഈ സ്റ്റേജിൽ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ആരുടെയും പേരുകളൊന്നും അറിയില്ലെങ്കിലും എല്ലാവരോടും ഞാൻ സ്നേഹാന്വേഷണവും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇതുപോലെ അവസരങ്ങളുണ്ടാകട്ടെ. പക്ഷെ അന്നൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ് നമ്മളൊക്കെ ഉണ്ടാവോ ഇല്ലേ എന്ന്. കാരണം പ്രായങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിട്ടും വന്ന് ഞാൻ ഒരു പാട്ട് പാടിയിട്ട് പോയി. പക്ഷേ അതിൽ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ട് ക്ഷമിക്കണം കേട്ടോ. അതും കൂടെ പറഞ്ഞേക്കാം. കുഴപ്പമൊന്നുമില്ല. എന്തായാലും സന്തോഷം ചേട്ടാ. താങ്ക് യു. എന്തായാലും നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടുമുട്ടണം എന്നൊരു നിയോഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. താങ്ക് യു. ഹിമശൈല സൈകത ഭൂമിയിൽ വന്നൊരു പ്രണയപ്രവാഹമായി വന്നു എന്ന പാട്ട് എനിക്ക് ശ്രീകല ഈ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞോളൂ മൈക്കിൽ. കഴിഞ്ഞ പ്രാവശ്യം പാടി. ഓക്കെ, ഇത്തവണയും പാട്ടിൻ്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഹിമശൈല സൈകത ഭൂമിയിൽ എന്ന ഗാനം, ആ ഗാനത്തിനോട് തത്തുല്യമായിട്ടുള്ള മനോഹരമായ ഒരു ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ശ്രീകല കൃഷ്ണൻ പാടും. സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ, ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ, മധുവിധു മാധുരി നുകരും ഹൃദയമേ തുടിക്കൂ തുടിക്കൂ നീ, ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ.
ചൊരനുരാഗമേ വേഗം ചിലങ്കകളണിയോ നീ തങ്ക ചിലങ്കകളണിയോ നീ അലങ്കരിച്ചണി ചൊരനുരാഗമേ വേഗം ചിലങ്കകളണിയോ നീ തങ്ക ചിലങ്കകളണിയോ നീ പാടാൻ ബിംബുമെൻ ഹൃദയവിപഞ്ചികയിൽ ശ്രുതിയൊന്നു ചേർപ്പോ നീ ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ നിൽക്കാതെ പറക്കുന്ന നിമിഷശലഭമേ നിൽക്കൂ നിൽക്കൂ നീ ഇങ്ങോ നിൽക്കൂ നിൽക്കൂ നീ നിൽക്കാതെ പറക്കുന്ന നിമിഷശലഭമേ നിൽക്കൂ നിൽക്കൂ നീ ഇങ്ങോ നിൽക്കൂ നിൽക്കൂ നീ ഒഴുകി ഒഴുകി പോകും സമയമുനയിൽ അണയൊന്നു കേട്ടോ നീ ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ നീ മധുവിധു മാധുരി നുകരും ഹൃദയമേ തുടിക്കൂ തുടിക്കൂ നീ ചിരകാല കാമിത സുന്ദര സ്വപ്നമേ ചിരിക്കൂ ചിരിക്കൂ താങ്ക് യു ആ വരികൾക്ക് പോലും ഉണ്ടൊരു വ്യത്യസ്തത എന്ന് പറയുന്നത്. ചിരകാല കാമിത സുന്ദര സ്വപ്നമേ നീ ചിരിക്കൂ എന്നാണ്. ഇങ്ങനെ പോയാൽ അടുത്ത പരിപാടികൾക്ക് ഒരുപക്ഷെ ശ്രീകല പാടാൻ തിരഞ്ഞെടുക്കുന്ന പാട്ടുകളിൽ ഒന്ന് പാളങ്ങൾ എന്ന സിനിമയിലെ ഒരു ഗാനമാവാം, അല്ലെങ്കിൽ ചാമരം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാകാം. ഇതിൻ്റെ ഒരു പ്രഡിക്ഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം സാറ് ചോദിച്ചിരുന്നു പാളങ്ങൾ ചോദിച്ചിരുന്നോ? കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, എം ഡി രാജേന്ദ്രൻ്റെ ഏറ്റവും മികച്ച രചനകളിലൊന്ന് പാട്ട്. ആ പാട്ട് കേട്ടാൽ നമ്മളിങ്ങനെ തരിച്ചിരുന്ന് പോകത്തില്ലേ. അപ്പം അതേപോലെ തന്നെയാണ് ഇത്. ഈ ചിരകാല കാമിത സുന്ദര സ്വപ്നം എന്നൊരു പാട്ടൊന്നും റെഗുലറായിട്ട് ഒരു വേദിയിലും പാടുന്ന പാട്ടുകളൊന്നുമല്ല. നമ്മൾ ആവർത്തിച്ച് പാടുന്ന മനോഹരമായ ഗാനം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കോമ്പോസിഷനാണ്. പക്ഷേ വേദികളിൽ പാടുന്നത് നിങ്ങളെപ്പോലെ ഉള്ള ആളുകളാണ് ഈ പാട്ടുകളൊക്കെ എടുത്ത് പാടാനായിട്ട് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് പാട്ടിൻ്റെയും തുടർച്ചയായിട്ട് പാളങ്ങളോ അല്ലെങ്കിൽ ചാമരമോ ഒരുപക്ഷെ ശ്രീകലയുടെ മനസ്സിലേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞത്. എന്തായാലും സന്തോഷം കേട്ടോ. വേറൊന്നുമില്ല, ഇപ്പം പാളങ്ങൾ ഇപ്പോൾ പാടണമെന്നൊന്നുമില്ല. അതെപ്പോഴും മനസ്സിന് കംഫർട്ടബിലിറ്റി തോന്നുന്ന ഒരു അവസരത്തിൽ അങ്ങ് പാടിയാൽ മതി. എന്തായാലും സുന്ദരമായി ഈ പാട്ടിൻ്റെ തിരഞ്ഞെടുപ്പും സെലക്ഷനും സുന്ദരമായിട്ടുണ്ട്. ഈ പിന്നെ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് ഈ RLV മ്യൂസിക് കോളേജിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. തൃപ്പൂണിത്തുറ സ്വദേശിയാണ്, സംഗീതം ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്, സംഗീതത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളാണ്. ഇവിടെ കിൽപോക്കിലാണ് താമസം. മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ ഇനിയും ശ്രീകലയിൽ നമുക്ക് കേൾക്കാനുള്ളതാണ്. വേറെ എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് ഒരു വരി മറ്റേതെങ്കിലും പാട്ട് ഇഷ്ടമുള്ളത് കേട്ടിട്ട് നമുക്ക് പിരിയാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാം കേട്ടോ, കാരണം ഞാനാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശ്രീകലയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആവാം. എല്ലാവരും വളരെ നന്നായിട്ട് പാടി. ഇവിടെ ഇത് കേട്ടിരിക്കാൻ തന്നെ എത്ര സമയം ഇരുന്നാലും സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല. സംഗീതം വളരെ ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് നല്ലൊരു വേദിയും കൂടിയാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അധികം സ്റ്റേജുകളിലൊന്നും പാടിയിട്ടില്ല, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. വളരെ സന്തോഷം സർ. ഓക്കെ, താങ്ക് യു. എന്തായാലും ആ ഗാനം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ഗാനത്തിൻ്റെ 2 വരികൾ കൂടി പാടിയിട്ട് നമുക്ക് പിരിയാം. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്ന്
ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മ വീഥികളിൽ. സന്തോഷം. Thank you. താങ്ക് യു അത്തരം സന്തോഷം. ശ്രീകല കൃഷ്ണൻ. അപ്പോൾ നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അതിഥി ഒരുപാട് നേരമായിട്ട് അങ്ങയുടെ ഇത്രയും നേരത്തെ ഇവിടുത്തെ സാന്നിധ്യത്തിന് ഒരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട് ശ്രീ കൽപ്പക ഗോപാലൻ ഒന്ന് ക്ഷണിക്കുന്നു വേദിയിലേക്ക്. ഞാൻ കൽപ്പക ഗോപാലനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം വ്യവസായിയാണ്. ഒരുപാട് പേര് വ്യവസായം ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഇല്ലാത്ത ഒരു പലർക്കുമില്ലാത്ത ഒരു ഗുണം അദ്ദേഹം ചുറ്റുമുള്ള ആളുകളെ കാണും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീ കൽപ്പക ഗോപാലൻ. വളരെ സന്തോഷം ഗോപാലേട്ട ഇത്രയും നേരം ഇരുന്ന് നമ്മളോടൊപ്പം ഇരുന്നതിന്. അപ്പോൾ ഞാൻ ഗോപാലേട്ടൻ അവിടെ വന്ന് ഇരിക്കുമ്പോൾ ഇടയ്ക്ക് പുറകെ നമ്മുടെ ഗോവിന്ദേട്ടൻ പറയുന്നുണ്ട്, പാട്ട് പാടിക്കുക. അതിൽ വല്ല വാസ്തവ ഉണ്ടോ? അതിൽ വാസ്തവയൊന്നുമില്ല. കാരണം ഞാൻ പാട്ട് അധികം രസിക്കുന്ന ഒരാളാണ്. ഓക്കെ. കാരണം ദിവസവും എനിക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ എൻ്റെ മൊബൈലിലോ അല്ല എൻ്റെ വീട്ടിലൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്, പുതുതായിട്ട് വന്ന് എൻ്റെ മകൻ വായിച്ചു തന്നതാണ്. അത് ഇളയരാജയുടെ പാട്ടാണ്. ഓക്കെ. ഞാൻ എപ്പോഴും കേട്ടിട്ട് മിക്കവാറും 2 പാട്ടേ കേൾക്കുള്ളൂ. അതിനൊക്കെ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ ഭാര്യ വന്ന് അത് ആപ്പ് ചെയ്ത് വെക്കും. പാട്ട് പാടുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേമാതിരി ഇങ്ങനെ ഒരു നല്ല പരിപാടി കുറേ കാലമായിട്ട് എൻ്റെ സ്വന്തം സഹോദരൻ ശ്രീകുമാർ നടത്തുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ മ്യൂസിക്കൽ സംഗീതത്തിന് കൊടുക്കുന്ന ഒരു വലിയ ഒരു മര്യാദയാണ് നമ്മുടെ ശ്രീകുമാർ ചെയ്യുന്നത്. അതേമാതിരി തന്നെ കുട്ടികളായാലും വലിയവരായാലും വീട്ടിൽ ഒരാൾ പാടുന്നവരുണ്ടെങ്കിൽ ആ വീട് സ്വർഗമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എൻ്റെ മൗലയും നാട്യത്തിനും പാട്ടിനെല്ലാം ചേർത്തിരുന്നു. പിന്നീട് അതെല്ലാം അവർ വിട്ടു. എൻ്റെ മരുമകളിൽ എനിക്കൊരു നല്ല പാട്ടുകാരിയാണെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവളൊരു നല്ല ഡോക്ടറാണ്, ഗൈനക്കോളജി സർജനാണ്. അവൾ നല്ല ഭരതനാട്യമൊക്കെ ആടും. ഏതായാലും എൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ചിട്ട് മക്കൾ ഒരു ലെവലിൽ നിന്ന് പാടുന്ന കുട്ടികൾ എൻ്റെ കൂടി ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ആരും പേര് എൻ്റെ ശരത്ചന്ദ്രൻ അവരുകൾ പെട്ടെന്ന് ഇന്ന് ഉച്ചയ്ക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്നാലും ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ച് എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു സന്തോഷം തോന്നി. ഒരാൾ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെട്ട് എന്തോ ഒരു കുറേ കാലം പരിചയമുള്ളത് മാതിരി ഒരു ഫീലിംഗ് ഇപ്പോൾ എനിക്ക് ശരത്ചന്ദ്രനോടുണ്ട്. അതേമാതിരി എൻ്റെ പ്രിയ ശ്രീകുമാർ പറഞ്ഞ മാതിരി EN ജയചന്ദ്രനും അതേമാതിരി കുറേ കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ട്, ഇനി ഇറക്കാൻ പോകുന്നുണ്ട്. അതേമാതിരി എൻ്റെ സഹോദരൻ ഗോവിന്ദേട്ടൻ്റെ ഭാര്യ പ്രസന്ന ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ട്. ഇപ്പോഴാണ് ഗോവിന്ദേട്ടൻ അതിന് കുറച്ച് സൗകര്യമെല്ലാം കൊടുത്തിട്ട് പാടാൻ വെച്ചിട്ടില്ല. ഇല്ലെങ്കിൽ അവർ ചെറുപ്പം മുതലേ പാടിയിരുന്നെങ്കിൽ ഇനി വളരെ ഭംഗിയായിട്ട് പാടാൻ പറ്റും. തീർച്ചയായിട്ടും അതിനുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് ഇത്. നിങ്ങളുടെ എല്ലാ പാട്ടും ഞാൻ ഇഷ്ടപ്പെട്ടാണ് ഇവിടെ വരാറ്. കാരണം എനിക്ക് എല്ലാവരുടെ പാട്ട് നല്ല നല്ല പാട്ടുകൾ ഓരോരുത്തരുടെ പാട്ടും മിസ്റ്റർ നാരായണ സമയം തുപ്പറിഞ്ഞ പേര് രാമസ്വാമി, തീർച്ചയായിട്ടും നമ്മളുടെ MS വിശ്വനാഥൻ്റെ പാട്ട്, വീരമണിയുടെ പാട്ട് എല്ലാം. കാരണം വീരമണിയുടെ മകൻ എൻ്റെ ഫ്രണ്ടാണ്. എല്ലാ വിധത്തിലും ഇവിടെ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത്ര വലിയ അധികമൊന്നും ഇരിക്കാൻ പറ്റാത്തതാണെങ്കിലും ഇവിടെ വരാൻ കാരണം ശരിക്കും നമ്മുടെ ശ്രീകുമാറിൻ്റെ പരിപാടി എനിക്ക് വളരെ ഇഷ്ടമുള്ള. കഴിഞ്ഞ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ ഫുള്ളായിട്ട് ഇരുന്ന് കേട്ടിരുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം തന്നതിന് ഞാൻ എൻ്റെ ശ്രീകുമാറിന് ഏമിക്കും ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. നന്ദിയും നമസ്കാരം. താങ്ക് യു. അപ്പോൾ ശ്രീ കൽപ്പക ഗോപാലൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊക്കെ ഒരുപാട് സന്തോഷം, നന്ദി ഞാൻ അങ്ങോട്ട് പറയുകയാണ് അദ്ദേഹത്തോട്. നമ്മുടെ ഇന്നത്തെ അതിഥി ഗായകൻ ശ്രീ MK പ്രതീഷിന് ഒരു ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ ഓണർ ചെയ്യുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട കൽപ്പക ഗോപാലേട്ടൻ്റെ ദൗത്യം. അതിനായിട്ട് ശ്രീ MK പ്രതീഷിനെയും ക്ഷണിക്കുന്നു. ഒപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ ശ്രീ AK നന്ദകുമാർ. ഞാനിത് നോക്കും, കാരണം വിട്ടുപോകരുതല്ലോ. ശ്രീമതി ഇന്ദു ശശിധരൻ, ശ്രീമതി ലളിത രാജൻ, ശ്രീമതി ലേഖ ശ്രീനിവാസ്, ശ്രീമതി സ്മിത മേനോൻ,
ഞാൻ വിട്ടുപോത്തൊന്നുമില്ല കേട്ടോ, എന്നാലും ഒരു ധൈര്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞതേ വരും എല്ലാവരും വന്നേ തന്നെ. ശ്രീമതി സജിത പ്രേമൻ പറഞ്ഞില്ലേ, വിട്ടു പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ സജിത പ്രേമചന്ദ്രൻ 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം വരൂ 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 വരൂ. ഒപ്പം ഞാൻ എന്തായാലും ഇതിനകത്ത് വലിയ പ്രസംഗവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചില വ്യക്തിത്വങ്ങൾ നമ്മളുടെ വലിയ സന്തോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒപ്പം ശ്രീ അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ, ശ്രീ PA സുരേഷ് കുമാർ, സുരേഷ് ഉണ്ടല്ലോ, സുരേഷ് ഒന്ന് വരണം ഇങ്ങോട്ട്. ഒപ്പം ശ്രീ പുതിയങ്ക മുരളി, ശ്രീ ശരത് ചന്ദ്രൻ. അപ്പോൾ ഇത് നമ്മുടെ പ്രതീഷിൻ്റെ പാട്ട് ഗോവലട്ടൻ കേട്ടില്ലെന്ന് തോന്നുന്നു. പ്രതീഷ് ഒരു പാട്ടുകൂടെ ഉണ്ട്, അത് കൂടെ കേൾക്കണം. നല്ല ഗംഭീര ഗായകനാണ്. അതുമാത്രമല്ല, ഞാൻ ഇൻറ്ററാക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ സാധാരണ ഈ നമ്മൾ അഭിമുഖം നടത്തുമ്പോൾ നമ്മളൊരല്പം ഇത് പറയുമല്ലോ, പക്ഷേ പ്രതീഷിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ പച്ചയായ മനുഷ്യൻ്റെ പ്രതികരണം. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഇതുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എന്തായാലും പ്രതീക്ഷ ഒരുപാട് സന്തോഷം. കോഴിക്കോട്ട് നിന്നാണ് ഇന്ന് രാവിലെ വന്നു ഈ പരിപാടി പങ്കെടുത്തിട്ട് നാളെ അദ്ദേഹത്തിന് തിരിച്ചു പോവുകയാണ്. എന്തായാലും ഈ ഒരു സായാഹ്നത്തിൽ പ്രതീഷിൻ്റെ ഘനഗംഭീരമായിട്ടുള്ള നല്ല സുന്ദരമായ ശബ്ദത്തിലുള്ള ഒരു പാട്ട് നമ്മൾ കേട്ടു. ഇനിയും ഒരു പാട്ടും ഒപ്പം ബോണസായിട്ട് വേറെ ചില പാട്ടുകളുടെ ശകലങ്ങളും നമുക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്. പ്രതീഷിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടെ സന്തോഷം പറയുന്നു. ശ്രീ കൽപ്പക ഗോപാലൻ ശ്രീ പ്രതീഷിനെ ഒരു ഷോൾ അണിയിക്കുന്നു. അപ്പോൾ ഗോപാലേട്ട സന്തോഷം, വളരെ സന്തോഷം. ഒപ്പം ശ്രീ ഗംഗാധരൻ, അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും അതിഥിയാണ്, കൽക്കട്ടയിൽ നിന്ന് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൂടെ അങ്ങൊരു ഷോൾ അണിയിക്കണം. ശ്രീ ഗംഗാധരൻ. പിരിയുന്നതിന് മുമ്പ് AK നന്ദകുമാർജി, AK ജി 2 വാക്ക് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ സംഗീതത്തിനെ സ്നേഹിക്കുന്ന ഇത്ര വലിയൊരു സദസ്സ്. അത് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇവിടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അസുഖമായി പനിയായിട്ടുള്ളവരുണ്ടായിരുന്നു. പല ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നത്. എല്ലാ പാട്ടുകാരും വളരെ മനോഹരമായിട്ട് പാടുന്നു. ഹിമശൈല സംഗീതം ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നൊരു പാട്ടായിരുന്നു പിന്നെ ശ്രീകലയുടെ പാട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംഗീതത്തിനെ സ്നേഹിക്കുന്ന അല്ലെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സദസ്സ്. പ്രത്യേകിച്ച് ഞാൻ ഗോപാലേട്ടൻ്റെ പേര് പറയുന്നില്ല, പക്ഷെ പറഞ്ഞുപോയി. അത് അല്ല, അതുപോലുള്ളൊരു ആസ്വാദക വൃന്ദം, നമ്മുടെ ഗോവിന്ദൻ, പ്രസന്ന ഗോവിന്ദനൊക്കെ പാട്ടിനോട് ഉള്ള അവരുടെ ആ ഒരു താല്പര്യം, ഒരു ഡെഡിക്കേഷൻ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. എൻ്റെ ഫ്രണ്ട് രാജീവ് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവിടെ വന്നത്. നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ വന്ന പിന്നെ വ്യക്തികൾ പലരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മുടെ മിസ്റ്റർ സുരേഷൊക്കെ വന്നപ്പോൾ മുതൽ ഇവിടെ ഇരുന്ന് കേൾക്കുവാണ്. സുരേഷുണ്ട്, മാധവനുണ്ട്, പേരെടുത്ത് പറഞ്ഞ ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ്. ഇതൊരു വെറും ഒരു പിന്നെ ആസ്വാദക വൃന്ദമല്ല. വളരെ ഡീപ്പായിട്ട് സംഗീതത്തിനെക്കുറിച്ച് മനസ്സിലാകുന്ന, പാട്ടിനെക്കുറിച്ച് അറിയുന്ന, പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹത്തിൽ പങ്കാളിയാകാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. ശരി, എങ്കിലും എൻ്റെ സന്തോഷം ഞാൻ എല്ലാവരെയും അറിയിക്കുന്നു. നമുക്കിനിയും ഇതുപോലെ തുടർന്നും, ഇതൊരു 3-4 വർഷമായിട്ട് തുടർന്നു പോകുന്ന ഒരു സംഗീത യജ്ഞമാണിത്. ശരിക്കും ഇതിൻ്റെ ശില്പി ശ്രീകുമാറിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇതൊരു പാട്ടിൻ്റെ പരിപാടി മാത്രമല്ല, ഇതൊരു വലിയ സ്നേഹ സദസ്സാണ്, സൗഹൃദമാണ്, ബന്ധമാണ്, ഒരുമിച്ച് കാണാനുള്ള ഒരു എന്താണ് പറയുന്നത്, അമിതമായ ആഗ്രഹം. ഇത് കാണുമ്പം നമുക്കുള്ള സന്തോഷം. നമ്മൾ ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്നവരാണ് ഇപ്പം എൻ്റെ ബന്ധുക്കൾ. ഇവരെ കുറേ കാലമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെ കാണുക എന്നുള്ള ആ ദിവസം ഇങ്ങനെ കാത്തിരിക്കും ഞാൻ. ശ്രീകുമാറിനെ ഞാൻ ഒന്നുകൂടെ ആശംസ നേരുന്നു. ഇത്തരം പരിപാടികൾ നമ്മൾ തുടർന്ന് നടത്തണം. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനവും ഉണ്ടാകണം. ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. ഗോപാലേട്ടന് മുതിർന്ന എല്ലാവരുടെ അനുവാദത്തോടു കൂടി നമ്മുടെ ശ്രീ സുരേഷ് കുമാർ, അദ്ദേഹം വലിയ ഒരു മാർഗഴി മഹോത്സവം എന്ന ജനുവരി മാസത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ശ്രീ PA സുരേഷ് കുമാർ.
എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന പലർക്കും എന്നെ അറിയാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളത്തിൻ്റെ മാധുര്യവും സംഗീതത്തിൻ്റെ സൗരഭ്യവും സമന്വയിപ്പിച്ച ഒരു സദസ്സ് വേദി ആയിരുന്നു ഇത്. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ സദസ്സിലേക്ക് അല്ല വേദിയിലേക്ക് ഇന്ന് വന്നത്. വളരെ അഭിമാനവും സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു എൻ്റെ പ്രിയ സ്നേഹിതരാണ്. ഏതാണ്ട് ചെന്നൈയിൽ ഞാൻ 1998 വരുന്നത്. ഏതാണ്ട് 2000 മുതൽ വളരെയേറെ സൗഹൃദത്തിൽ ഒന്നിച്ച് പല പരിപാടികൾ നടത്തുകയും ഇടയ്ക്ക് വെച്ച് മാറി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സൗഹൃദമാണ് ഞാനും ശ്രീകുമാറുമായിട്ട്. എനിവേ, ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു വേദിയിൽ വരാൻ കഴിഞ്ഞ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ ഒട്ടേറെ സംഘടനകൾ, സഭകൾ, ഗ്രൂപ്പുകൾക്ക് അകത്ത ഗ്രൂപ്പുകൾ ഒക്കെ ഉള്ള സ്ഥലമാണ് ചെന്നൈ. ഇവിടെ സംഗീതത്തിന് ഗ്രൂപ്പുണ്ട്, നാടകത്തിന് പ്രത്യേകം ഒട്ടനവധി ഗ്രൂപ്പുകളുണ്ട്, കവികൾക്ക് പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളെ, അതിൽ നിന്നും കാതലായ വളരെ കാമ്പുള്ള വ്യക്തിത്വങ്ങളെ, അവരുടെ അഭിരുചികളെ, അവരുടെ താല്പര്യങ്ങളെ, അവരുടെ പ്രതിഭകളെ ഒക്കെ സമന്വയിപ്പിച്ച് കൂട്ടായി കൊണ്ടുപോകുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. അതാണ് ആശ്രയം കഴിഞ്ഞ 10 വർഷമായി ചെയ്തുകൊണ്ട് വരുന്നത്. അതിൻ്റെ പേര് മലയാളി മാർഗഴി മഹോത്സവം എന്നാണ്. മലയാളി മാർഗഴി മഹോത്സവത്തിൽ പങ്കെടുത്ത ഒട്ടേറെ പ്രതിഭകൾ, കലാപ്രവർത്തകർ, സംഘാടകർ, അതിൻ്റെ മുന്നൊരുക്കങ്ങളിലും പിന്നൊരുക്കങ്ങളിലും സംഘാടക പാഠവത്തിലൊക്കെ മുന്നിൽ വന്ന ഒട്ടേറെ ആൾക്കാർ ഈ വേദിയിലും സദസ്സിലും നമ്മുടെ പരിസരങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 2000 അനിരുദ്ധ് പോലെയുള്ളവർ, അല്ലെങ്കിൽ ഒട്ടേറെ നിരവധി ആൾക്കാർ, അങ്ങനെ പേരെടുത്ത് പറയാനില്ല, ഒട്ടേറെ ആൾക്കാർ നമ്മുടെ വേദികളിൽ വന്ന് പോയിട്ടുണ്ട്. വലിയ ആദരവോടും സ്നേഹത്തോടും ഒക്കെയാണ് അവർ ഇപ്പോഴും നമ്മളെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് സത്യം പറഞ്ഞ ഒരു സംഘാടകനെ സംബന്ധിച്ചിട്ട്, ഒരു എഴുത്തുകാരോ അല്ല, ഇപ്പോൾ പുതിയങ്കൻ ചേട്ടനൊക്കെ ഉണ്ട് ഇവിടെ, അവരുടെയൊക്കെ നിന്ന് വ്യത്യസ്തമായി നമുക്കുള്ള ഒരു പരിമിതി, ഒരു സംഘാടകനെ സംബന്ധിച്ചുള്ള പരിമിതി, ഒരു പരിപാടി കഴിഞ്ഞ് ഇന്ന് ശ്രീകുമാർ ഇന്ന് മനോഹരമായി ചെയ്ത ഒരു പരിപാടിയിൽ, ഈ പരിപാടി കഴിയുമ്പോൾ ശ്രീകുമാർ യു ഡിഡ് എ ഗുഡ് തിങ് എന്ന്, അല്ലെങ്കിൽ യു ഡിഡ് വെൽ എന്ന് പറയുന്ന ഒരു കിട്ടിയാലായി, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് അയാൾ എഴുതി വച്ചിരിക്കുന്ന ഗാനങ്ങളോ മറ്റ് രചനാ സംവിധാനങ്ങളൊക്കെ വർഷങ്ങളായാലും പിന്നീട് എപ്പോഴൊക്കെ വായിച്ച് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദരവോ സ്നേഹമോ സന്തോഷമൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഒരു സംഘാടകനെ സംബന്ധിച്ച് കിട്ടുന്ന ഒരു വലിയ ഒരു മുഹൂർത്തമാണ് എനിക്കും അല്ല ശ്രീകുമാരനും ഒക്കെയുള്ള ഈ ഒരു നിങ്ങളുടെ സ്നേഹം, സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് പിന്നെ കൂടുതൽ പോകത്തില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഞാൻ പറയാൻ വന്നത് ഒരു കാര്യം കൂടി മാത്രം. ഞാൻ മലയാളി മാർഗഴി മഹോത്സവം ആശ്രയം എന്നുള്ള ഫോറം, അതും വളരെ ചെന്നൈയുടെ ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ സഹകരണത്തോടു കൂടിയാണ് നടത്തി വരുന്നത്. അതിൽ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, നാടകമുണ്ട്, ഒട്ടനവധി കലാരൂപങ്ങൾ, അനുഷ്ഠാന കലാരൂപങ്ങൾ, മാപ്പിളക്കലകൾ, ക്ഷേത്രകലകൾ, ഗോത്ര കലകൾ, അങ്ങനെ നിരവധി കലാരൂപങ്ങളെ, കേരളത്തിൽ നിന്നൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെയാണ് കഴിഞ്ഞ 7-8 വർഷമായി ഞങ്ങൾ ഇവിടെ പുനരവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പാടാൻ, ആടാനും അതിൽ അഭിനയിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ശ്രീ തോമസ് മെൽവിൻ്റെ സംഗീത കച്ചേരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടേറെ ഞങ്ങളുടെ ഒരു പ്രഖ്യാപിത സമീപനം എന്ന് പറയുന്നത് പ്രശസ്തരായവർക്കും പ്രശസ്തരാവേണ്ടവർക്കും ഒരുപോലെ അവസരം എന്നുള്ളതാണ് മാർഗഴി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. ആ അർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന പ്രതിഭയുള്ളവരുണ്ട്, അല്ലെങ്കിൽ പ്രതിഭാധനരായിട്ടുള്ളവർ മുന്നോട്ട് വരുന്നവരുണ്ട്. അവർക്കൊക്കെയും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ ക്ഷണം തരികയാണ്. സന്തോഷം സ്വീകരിക്കണം. ഞങ്ങളുടെ പരിപാടികൾ ഇനിയും ഈ സമൂഹത്തിന് വേറിട്ട ഒരു അനുഭവം സംഘാടനത്തിൽ, അതിൻ്റെ കാഴ്ചയിൽ, അതിൻ്റെ അവതരണത്തിൽ ഒക്കെ വ്യത്യസ്തമാർന്ന പരിപാടികളാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിളംബര ജാഥയായിട്ട് ഈ നമ്മുടെ സഹോദര സംഘടനകളൊക്കെ പോകുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം ഈ ഒരു ആശയം, ഈ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പരിപാടി നടക്കുന്നുണ്ടെന്നുള്ള ഒരു താല്പര്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഈ പരിപാടിക്ക് എല്ലാവരും നിങ്ങളുടെ സഹകരണം, കൂട്ടായ ഒരു ശ്രമം ഉണ്ടാവണമെന്ന് മാത്രമേ വളരെ സ്നേഹപൂർവ്വം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇവിടെ നിൽക്കുന്ന പുതിയ ഉള്ളിച്ചാട്ടിനൊക്കെ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതിത്തരുന്ന ഏതാണ്ട് 24ഓളം പാട്ടുകൾ നമ്മുടെ ഭാരത സംസ്കാരത്തെ വിളിച്ചറിയിക്കുന്ന, ഭാരതത്തിൻ്റെ 24ഓളം സംസ്ഥാനങ്ങളുടെ ട്രഡീഷണലായിട്ടുള്ള ഡാൻസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് വലിയൊരു മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്നു. അങ്ങനെ നിരവധി പരിപാടികളുണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഇങ്ങനെ എന്നെ കൂടി ഈ വേദിയിൽ ക്ഷണിച്ചുള്ള ഹൃദയംഗമായ നന്ദി ശ്രീകുമാറിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജനുവരി 2026 ജനുവരി 2, 3, 4 തീയതികളിൽ
ആശാൻ മെമ്മോറിയൽ അസോസിയേഷനിൽ വെച്ചിട്ടാണ്, സ്കൂളിൽ അങ്കണത്തിൽ വെച്ചാണ് ഈ പരിപാടി. നിങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണം, സഹകരണം ഉണ്ടാകണം. താങ്ക് യു. താങ്ക് യു സുരേഷ്, താങ്ക് യു ഗോലട്ട, താങ്ക് യു എല്ലാവരോടും താങ്ക് യു. വളരെ സന്തോഷം. താങ്ക് യു. കുത്തിക്കുത്താനവരമ്പത്ത് അപ്പം ചുട്ടുകളിക്കും നേരത്ത് പത്തായപ്പുര താക്കോൽക്കാരത്ത് ആ അച്ഛൻ കൊമ്പത്തമ്മവരമ്പത്ത് തലവര നിലവര തുറന്നാൽ കണ്ണഞ്ചിക്കും നിധി കാണാം. ഇരുചവി മറുചവി അറിഞ്ഞാൽ അരവണമായി പത്തായപ്പുര താക്കോൽക്കാരത്ത് ആ അച്ഛൻ കൊമ്പത്തമ്മവരമ്പത്ത് അപ്പം ചുട്ടുകളിക്കും നേരത്ത് പത്തായപ്പുര താക്കോൽക്കാരത്ത് ആ അച്ഛൻ കൊമ്പത്തമ്മവരമ്പത്ത് തെക്കിനി വടക്കിനി തുറന്നാൽ തട്ടിന്മേലെ കേറിടാം. കാലടി എങ്ങാൻ പിഴച്ചാൽ കാര്യമാകും കളിമാറും. വന്നേക്കാൾ തടുപ്പുണ്ട്, വിരിയുണ്ട്, വാങ്ങുന്നു ചെറിയുണ്ട്. പത്തായപ്പുര താക്കോൽക്കാരത്ത് ആ അച്ഛൻ കൊമ്പത്തമ്മവരമ്പത്ത് അക്കുത്തിക്കുത്താനവരമ്പത്ത് അപ്പം ചുട്ടുകളിക്കും നേരത്ത് പത്തായപ്പുര താക്കോൽക്കാരത്ത് ആ അച്ഛൻ കൊമ്പത്തമ്മവരമ്പത്ത് താങ്ക് യു. അപ്പോൾ അക്കുത്തിക്കുത്താനവരമ്പത്ത് ഇത് MD രാജേന്ദ്രൻ എഴുതി ജെറി അമൽദേവ് ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടാണ്. സിനിമയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് അദ്ദേഹം ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ഓർക്കസ്ട്രേഷൻ ഒരു കോറസായിട്ട് ചെയ്തു. അത് ശ്രദ്ധിക്കപ്പെട്ടു. അതാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ലളിത ചേച്ചിയാണ് ഈ പാട്ട് നമുക്ക് ആദ്യം അതിൻ്റെ വീഡിയോ തരുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ശ്രമമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗായകർ ചെയ്തത്. സന്തോഷം. നമുക്ക് ഇനി ഏതാനും ഗാനങ്ങൾ കൂടിയുണ്ട്, മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. അടുത്ത ഗാനം ശ്രീ തോമസ് മെൽവിൻ. ചെല്ലക്കുരുവി എന്നും ചില്ലിട്ട മോഹം എല്ലാമേ പൊട്ടിത്തകർന്നോ
പൊട്ടിത്തകർന്നോ തട്ടിയെറിഞ്ഞോ പൊട്ടിക്കരയുകയാണോ? ചിരിയായി കളിയായി കിളിയേ എന്നും മണ്ണിൽ കഴിഞ്ഞിടേണം നീ. പിന്നെയും ചൂടാൻ മോഹം ഓടിയണയുമല്ലോ ചെല്ലക്കുരുവി. നീ എന്നും ചില്ലിട്ട മോഹം ഹോ എല്ലാമേ. നരനോ വിതയ്ക്കും അമരൻ വിധിക്കും അത് താനേ ജീവിതം ഓർത്താലെന്നും. എല്ലാം ഒട്ടും പൂവായി വന്നു തീരുന്നില്ലല്ലോ, എല്ലാ പൂവും കായായി മണ്ണിൽ മാറുന്നില്ലല്ലോ. അതിനാൽ നീയും ഒരു പുഞ്ചിരിയായി മഹിയിൽ ഇനിയും കഴിയൂ, എല്ലാ ദുഃഖവും പറന്നു പോകും. നിന്നെ തേടി കാലം ഓടിയണയുമല്ലോ ചെല്ലക്കുരുവി. എന്നും ചില്ലിട്ട മോഹം ഹോ എല്ലാമേ. ഇണയെ നിലച്ചു ഇരുളിൽ തനിച്ചും മിഴിനീര് വാർക്കുന്നു നീയും പെൺകിളിയേ. കാറും കോടും വാനിൽ എന്നും മാറുന്നുണ്ടല്ലോ, തങ്കത്തേരിൽ തിങ്കൾ കല പോരുന്നുണ്ടല്ലോ. പനിനീർ തൂകും ഒരു പൂങ്കാറ്റും ഇരുളും തെളിയും ഉലകിൽ എല്ലാം പിന്നെയും തുടർന്നു പോകും. ഓളം പിന്നെയും തീരം തേടിയണയുകില്ലേ ചെല്ലക്കുരുവി. നീയെന്നും ചില്ലിട്ട മോഹം ഹോ എല്ലാമേ. ഓ അപ്പൊ ചെല്ലക്കുരുവി ഇതൊരു വ്യത്യസ്ത ഒരു റെഗുലർ സോങ് അല്ല. ശ്യാം സാറിന്റെ അതെ അതെ ശ്യാമളുടെ. ശ്യാമംഗൽ ഏത് സിനിമ? ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ചുനക്കർ രാമൻകുട്ടി എഴുതിയ 1985. ചുനക്കർ രാമൻകുട്ടി ശ്യാം എന്ന് പറയുമ്പോഴേ നമുക്ക് കാലഘട്ടം. ചെല്ലക്കുരുവി നീങ്ങുന്നു അധികം ആവർത്തിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യം. പക്ഷെ ഇപ്പൊ തോമസ് പാടിക്കപ്പോൾ അത് നമുക്ക് എനിക്ക് അതെ 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 എന്തായാലും സന്തോഷം. നിങ്ങൾക്കൊക്കെ ആ പാട്ട് ഇഷ്ടമായിരിക്കുന്നു വരുന്നത്. തോമസ് മെൽവിൻ എൻ്റെ ഓൺലൈൻ സംഗീത പരിപാടിയിലെ ആദ്യകാരനാണ്. തോമസുമായിട്ട് വെറുതെ ഒരു ദിവസം വന്ന് അവസാനം അത് 700-700-700-ലേറെ ദിവസങ്ങൾ നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഐശ്വര്യമാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അവാർഡ് ലോങ്സ്റ്റ് വിർച്വൽ ഷോ എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡല്ലേ? അതെ അതെ, ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ്. ബെസ്റ്റ് ഓഫ്
എന്തായാലും സന്തോഷം തോമസ്. എന്തായാലും വീണ്ടും നമ്മളിങ്ങനെ പാട്ടുകളായിട്ട് കാണുന്നു. അതെ, അതിലുള്ള സന്തോഷം പറയുന്നു. നമുക്ക് ഒരു പല്ലവിയോട് പാടാം. വേണമെന്നുണ്ടോ? അങ്ങനെ വിട്ടാൽ എങ്ങനെ? ദേവി ആത്മരാഗമേകാം കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. ഞാൻ എടുക്കാനിരുന്ന പാട്ടായത് ആക്ച്വലി. ഓക്കെ ഇത് ദേവി, ഇത് പിന്നെ ഒരു റെഗുലർ സോങ് അല്ല, മറ്റേത് നന്നായി. അത് കാരണം അത് ഒരുപാട് ചെല്ലക്കുരുവി നീയൊന്നും അധികം ആരും പാടാത്ത പാട്ടാണ്. അതിനകത്തെ പാട്ട് ഒരു മലർത്തോപ്പിലാണ് ഒത്തിരി ഹിറ്റ് ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമ്മുടെ MK അർജുന മാഷിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ. മാഷ് പാട്ട് പെട്ടെന്ന് പാലരുവിക്കരയിൽ പഞ്ചമി വിടരും പടവിൽ പറന്നു വരൂ വരൂ പനിനീരുതിരും രാവിൽ കുരുവി ഇണക്കുരുവി. മതി. മാധവമാസ നിലാവിൽ മണമൂറും മലർച്ചൊടിയിൽ മൗനം കൊണ്ടൊരു മണിയറ തീർക്കും മത്സഖി ഞാൻ അതിലൊളിക്കും. നീ വരുമോ നിൻ നീലപ്പീലിയിൽ വിടരും. എന്തായാലും സന്തോഷം. പാലരുവി കരയിൽ വിടരും കവിതകൾ തരുമോ കുരുവി ഇണക്കുരുവി. ഇത് ചോദിക്കാന്ന് വിചാരിച്ചില്ല, നോക്കിട്ട് വരാം. അല്ല, ഞാൻ തോമസിനെ കാണുന്ന ഈ പാട്ട് പാടുന്ന അപ്പോൾ പെട്ടെന്ന് ഓർത്തുകൊണ്ട് ചോദിച്ചു. എന്തായാലും സന്തോഷം തോമസ് മെൽവിൻ. സന്തോഷം. താങ്ക് യു.